Hi everybody, welcome to my channel Biju George TV Tips. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഔട്ട്പുട്ട് 12 വോൾട്ട് 4 ആംപിയർ. ഓക്കെ, ഔട്ട്പുട്ട് 12 വോൾട്ട് 4 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചെക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പहले बार कैसे चेक करना है उसको बताते हैं. First checking method. Okay, PCB totally not working. ഇത് ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അന്നേരം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്. ഇവിടെ ഫ്യൂസ് ഓപ്പൺ ആണ്. ഓക്കെ, ദിസ് വൺ ഫ്യൂസ്, this one fuse, this one thermistor, noise filtering coil, and bridge rectifier. See, this one bridge rectifier, there is 4 leg bridge rectifier, switching MOSFET, filtering capacitor, and switching IC. Okay, AC volt, here 2 pin AC volt, this one earth AC volt. After one fuse and thermistor, filtering, going middle 2 leg. ഈ നടുക്കത്തെ 2 ലെഗിലേക്കായിരിക്കും ഇതിൻ്റെ AC വോൾട്ടേജ് വരുന്നത്. കറക്റ്റ് AC വോൾട്ടേജ് നേരെ ഇവിടെ കിട്ടും. ഒരെണ്ണം ഇവിടെ കട്ടായിരിക്കും, അത് ഫ്യൂസ് പോയേക്കുന്നതാണ് കിട്ടി. അപ്പം ഓക്കെ, ദിസ് 2 ബ്രിഡ്ജ് റെക്ടിഫയർ 2 leg. 1 second. Okay, there is 2 type rectifier. This one 2 leg, this one 4 leg. Same inside 4 diode inside this one. Okay, ഇതിൻ്റെ ഇതുപോലത്തെ 4 ഡയോഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നടുക്കത്തെ 2 ലൈൻ എപ്പോഴും AC വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ ഈ സൈഡ് പോസിറ്റീവ്, എൻ്റെ ഇവിടെ മാർക്കിംഗ് ഉണ്ട്, പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ഹിയർ കമ്മിങ് പോസിറ്റീവ്, ഹിയർ कमिंग नेगेटिव. ओके, भाई लोग, ये इसका ब्रिज रेक्टिफायर 2 नमूना होते हैं. और ये सेम 4 पीस इसका अंदर रहेगा. इसका कैपेसिटी है 50 वोल्ट टू 1000 वोल्ट 20 ആംപിയർ. അപ്പോൾ 20 ആംപിയർ ഇതിന് കപ്പാസിറ്റി കാണും. 20 ആംപിയർ, 15 ആംപിയർ, 10 ആംപിയർ ഒക്കെ ഹൈ കപ്പാസിറ്റിയാണ് ഇതിന്. അപ്പോൾ അതിലത്തെ 4 ഡയോഡ് ഉണ്ടാവും. 50 വോൾട്ട് തൊട്ട് 500 വോൾട്ട് 1000 വോൾട്ട് വരെ മാക്സിമം ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം മനസ്സിലായല്ലോ. ഡയറക്റ്റ് നമുക്ക് വേണമെന്നുണ്ട് AC വോൾട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ AC വോൾട്ട് കൊടുക്കുക 220. ഇതർ ദേ സക്തെ യു ക്യാൻ ഗീവ് ഹിയർ ദ മിഡിൽ 2 pin, you can give the, see there is one marking, I will show you something. See here writing AC marking, here also AC marking. This one negative, here positive. You can give direct positive AC voltage here. After here coming positive, here coming negative. അപ്പോൾ ഇവിടെ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ DC വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ AC 230 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 300 സംതിങ് DC വോൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 50 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 60 വോൾട്ട് 55 വോൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ 2 കപ്പാസിറ്റർ കൂടെ കൊടുത്തെങ്കിൽ ഇത് DC ആവത്തുള്ളൂ. ഓക്കെ, യു ഗീവ് ഹിയർ AC വോൾട്ട്, then fix one capacitor here, positive here, capacitor negative here, you getting DC voltage, direct current. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അതിൻ്റെ ഫങ്ഷൻസ്. അതിനുശേഷമാണ് ഈ ഓക്കെ, ആഫ്റ്റർ ദിസ് IC
See, same this positive voltage, one, see, capacitor positive, one resistance going this IC HV high voltage. HV means high voltage for this IC working voltage. അപ്പം ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഐ സിയുടെ ഒരു പിന്നിലേക്ക് കൊടുത്തിരിക്കും. അത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ ഐ സിക്ക് ആവശ്യമുള്ള വർക്കിംഗ് വോൾട്ടേജ് ഇതിൻ്റെ ഈ റെസിസ്റ്റൻസ് ത്രൂ ഐ സിക്ക് ഉള്ളിലെ ചില കമ്പോണൻറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് 12 വോൾട്ടിലേക്ക് ആ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് 12 വോൾട്ടായിട്ട് ഈ ഐ സിയുടെ വർക്കിംഗ് വോൾട്ടേജ് 12 അല്ലെങ്കിൽ 18 വോൾട്ട് വർക്കിംഗ് വോൾട്ടേജായിട്ട് കിട്ടും. അത് അല്ല എങ്കിൽ ചില മോഡലിൽ ചെയ്തിട്ടുള്ളത് സം മോഡൽ വൺ റെസിസ്റ്റൻസ് ലോ വാല്യൂ റെസിസ്റ്റൻസ് പുട്ട് आफ्टर वन पिन कमिंग HV हाई वोल्टेज फॉर दिस IC वर्किंग वोल्टेज. ये IC काम करने के लिए इधर से एक छोटा रेसिस्टेंस डाल की कोई भी एक रेसिस्टेंस डाल की कभी लो वैल्यू हो रहेगा कमती वैल्यू वाला लगा कि एक पिन के लिए देते हैं वो IC के लिए वर्किंग वोल्टेज होते हैं. ओके देन ओके सम मॉडल चले मॉडल कोई मॉडल में क्या करते हैं ये जो कैपेसिटर का जो पॉजिटिव है कैपेसिटर का पॉजिटिव और नेगेटिव मालूम है ना. ये नेगेटिव होते हैं ये मार्किंग देखो नेगेटिव है ये पॉजिटिव है. ये पॉजिटिव से सी दिस वन 220K दिस वन 220K 1 watt resistance 220K no low ohms same time your IC coming fire. അപ്പോൾ ലോ ഓംസ് ഇട്ടാൽ അത് ഓംസ് എന്താണെന്ന് പഠിക്കണം. ഓംസ് അറിയാൻ വയ്യാത്തവർക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയാൻ പറ്റത്തില്ല. पहले ओम्स क्या होते हैं आपको सीखना पड़ेगा. ओके यो स्टडी व्हाट इज द ओम्स resistance ohms. This one high value 220K you can fix 470 also you can fix no problem. 220 330 and 470 also okay no problem. അപ്പോൾ ഇത് 220 330 470 ഏതെങ്കിലും ഓംസ് അല്ല കിലോ ഓംസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. നേരിട്ട് വേണ്ട ഈ കപ്പാസിറ്ററിലേക്ക് വേണ്ട ഇവിടെ ഒരു ഡയോഡ് വന്നിട്ടുണ്ടോ ഈ ട്രാൻസ്ഫോമർ. വേർ ഈസ് ട്രാൻസ്ഫോമർ? ദിസ് ട്രാൻസ്ഫോമർ see one leg going ground, see here ground, another leg here jumping, one diode, no this one this one diode, this diode after you getting 12 volt working voltage, see this one. അപ്പോൾ ഈ ചെറിയ ഒരു കപ്പാസിറ്റർ എപ്പോഴും ഇതിനകത്തുണ്ടാവും അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജിലേക്ക്. ഓക്കെ ഇവിടെ ഈ കപ്പാസിറ്ററിൽ ചില മോഡലിൽ ഈ കപ്പാസിറ്ററിൽ 12 വോൾട്ട് ആയിരിക്കും വർക്കിംഗ് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ചില മോഡലിൽ HV हाई वोल्टेज आയിരിക്കും എടുക്കുന്നത്. അപ്പം कोई मॉडल में इधर से हाई वोल्टेज IC के लिए देगा. वो IC को मिलने से बाद ये मॉस्फेट अगर अच्छा है सब कुछ अच्छा है तो ये स्विचिंग करना शुरू कर देगा. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും ചില മോഡലിൽ ആൻഡ് ഇവിടെ ഒരു ലോ വോൾട്ടേജ് ഉണ്ടാവും. അതിൻ്റെ VCCയിലേക്ക് ഡയറക്റ്റ് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും ചില മോഡൽ കൊടുക്കുന്നത്. അത് 2 മോഡലുണ്ട്, അങ്ങനെ 2 മോഡൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് മോഡലാണെന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് SMPSൻ്റെ बेसिक नॉलेज. अब इतना ही है SMPS का बेसिक नॉलेज. बाद में ये IC स्विचिंग करेगा, इधर एक मॉस्फेट है वो स्विचिंग करेगा. आउटपुट में कोई लो ओम्स नहीं है, शॉर्टिंग कुछ भी नहीं है तो ये SMPS बराबर काम करेगा. अभी समझ गया है ना. അപ്പം നമ്മുടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. AC വോൾട്ടേജ് ഇത് രണ്ടും കൂടെ റെക്ടിഫയറിൻ്റെ നടുക്ക് വരും. റെക്ടിഫയറിൻ്റെ നടുക്ക് ഇവിടുന്ന് DC ആവും. അപ്പോൾ ഇതിൻ്റെ DC പിന്നെ 400 വോൾട്ടാണ്. ഇതേണ്ട കപ്പാസിറ്റർ കണ്ടോ 400 വോൾട്ട്. ഓക്കെ ദിസ് ഹിയർ കമ്മിങ് 300 സംതിങ് വോൾട്ട്. 100 MFD കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി 100 MFD, 400 വോൾട്ട് മാക്സിമം വോൾട്ടേജ് കപ്പാസിറ്റി. അപ്പോൾ 400 വോൾട്ട് മാക്സിമം കപ്പാസിറ്റി ആയിരിക്കും. അതിൽ കുറവ്
ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന് ഈ ഹൈ വോൾട്ടേജ് കിട്ടിയാൽ ഈ IC വർക്കാവും. വർക്കായി കഴിഞ്ഞാൽ ഇവിടെ ഒരു മോസ്പെറ്റ് ഉണ്ടാവും. മോസ്പെറ്റ് സ്വിച്ച് ചെയ്യിക്കും. മോസ്പെറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഡാമേജ് ആവും. മോസ്പെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുന്നത്, ഈ മൂന്ന് കാലുള്ള ഒരു സാധനം ഉണ്ടാവും, ഇതുപോലുള്ള. അത് 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊരെണ്ണമായിരിക്കും മോസ്പെറ്റ്. അത് സ്വിച്ച് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ ഐസിന്ന് മോസ്പെറ്റിൻ്റെ ഡ്രൈവ് അല്ല ഗേറ്റ് സോറി, ഐസിന്ന് ഇതിൻ്റെ ഗേറ്റിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസും ഓക്കെ ആയിരിക്കണം. പിന്നെ കറണ്ട് സെൻസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ദിസ് വൺ കറണ്ട് സെൻസ് റെസിസ്റ്റൻസ്, ദിസ് വൺ ഹിയർ. ഒരു വലിയ വണ്ണമുള്ളൊരു കറണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതും ഓക്കെ ആയിരിക്കണം. എന്നിട്ട് മോസ്പെറ്റ് ഓക്കെ ആയിരിക്കണം. എന്നാൽ നിങ്ങളുടെ ഇത് വർക്കാവാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ മോസ്പെറ്റിൻ്റെ 2 പിന്നുകൾ തമ്മിൽ ഷോർട്ടുണ്ട്. അത് ഞാനൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്നത് മെത്തേഡ് എന്ന് പറയുന്നത് disconnecting method. Okay, see here multimeter. Okay, this one MOSFET, so source and drive shorting. Okay, now I am removing any one pin, disconnecting. Anyone disconnecting. അയ്യാ, പിന്നൊടിഞ്ഞു. MOSFET damage. Okay, current sense diode also, current sense resistance also damage. See, current sense resistance also damage. Okay, see here high ohms. MOSFET damage, IC damage, current sense resistance also damage. Okay, need all replacing. അപ്പം കറണ്ട് സെൻസിൻ്റെ റെസിസ്റ്റൻസും പിന്നെ കറണ്ട് റെസിസ്റ്റൻസിൻ്റെ എപ്പോഴും ഒരു 2 വാട്ട് 1 വാട്ട് ലോ ഓംസ് ആയിരിക്കും. കറണ്ട് സെൻസ് റെസിസ്റ്റൻസ് മോസ്റ്റ്ലി കമ്മിങ് 0.22 ohms, not coming high value. 0.22 ohms coming only. 0 ohms only, only 0 ohms. അപ്പം എപ്പോഴും 0 ohmsേ കാണത്തുള്ളൂ. ഇത് see, 2 watt 0.5. See, 0.5
2W. Okay, 2WJ. 0.5 2 watt. അപ്പോൾ അത് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 0.5. Okay, same. I don't have 2 watt. I am fixing 1 ohm, 1 ohms 2. 1 ohm 1 watt. I am making like this. This one coming half value, half ohms and a high watt. ഒരു 1 ohmsൻ്റെ രണ്ടെണ്ണം നമ്മൾ ഒരുമിച്ചിട്ടാൽ അതൊരു എന്താ പറയുന്നത് ഹൈ വാട്ടും പകുതി ഓംസുമായിട്ട് മാറും. ओके, ये क्या होते हैं, ये दो रेसिस्टेंस हम पैरेलल में डालेगा तो उसका ओम्स वैल्यू आधा हो जाता है और वाट हाई हो जाता है. ये इसका एक सीक्रेट है. ओके, ये सेम ओम्स कमिंग हाफ और वाट कमिंग डबल. Listen now, 2 watt 1 ohms. 1.5. 0.5. See, 1 ohms wire. This one 0.5 resistance value. Okay, now changing MOSFET. Okay, this one MOSFET. അപ്പോൾ ഇതാണ് മോസ്ഫെറ്റ്. വാട്ട് (6A 60D) 6 ampere 600 volt. 6 ampere 600 volt. ഓക്കെ, ഫ്യൂസ് ലാസ്റ്റ്, ഫിക്സിങ് ലാസ്റ്റ്. അപ്പോൾ ഫ്യൂസ് നമ്മൾ ലാസ്റ്റാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോസ്ഫെറ്റ് ഊരി മാറ്റി ഫ്യൂസിന് പകരം അവിടെ നമ്മളൊരു ബൾബ് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ലോഡ് കൂടുതലുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അതായത് ഇതൊരു എന്താ പറയുന്നറിയാം, എന്താ പറയുക, കസ്റ്റമറിൻ്റെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ऐसे करने से okay, fix like this one bulb. Fuse last replacing, last job fuse replacing. ഓക്കെ, നമ്മൾ ഫ്യൂസ് അവസാനമാണ് റീപ്ലേസ് ചെയ്യത്തുള്ളൂ, ആദ്യം ചെയ്യില്ല. എന്തിനാന്ന് വെച്ചാൽ ओके, फ्यूज हम लास्ट में डालेगा. अभी थोड़ा पावर दे के चेक करते हैं ये आईसी चालू है क्या चेक करते हैं. अगर चालू है तो ഐസി നല്ലതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നല്ലതാണോ ഇല്ലെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. ഐസി നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പൾസ് റേറ്റ് കിട്ടും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ബൾബ് കത്തുകയും ചെയ്യും, ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്ലോ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഫാസ്റ്റായിട്ട് ഗ്ലോ ചെയ്തില്ല. ഓക്കെ, കപ്പാസിറ്റർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് 320 വോൾട്ട്, പെർഫെക്റ്റ്. ഓക്കെ, എയർ കമ്മിങ് വേർ
Okay, I selecting DC 2 volt, checking 1 second. Okay, checking IC good or bad. Now understand. Bad. Same voltage, not any variation. അപ്പോൾ ഐ സി നല്ലതാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വോൾട്ടേജുകളൊന്നും വേരി ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം വോൾട്ടേജുകളൊന്നും വേരി ചെയ്യാത്തതുകൊണ്ട് ഓക്കെ ഐ സി ഡാമേജ്. ഐ സി ഓൾസോ നീഡ് റീപ്ലേസ്. കണ്ടോ ഇവിടെ വോൾട്ടേജ് ആയിട്ട് എത്ര പോയിൻറ്റ് സംതിങ് വോൾട്ടേജ് അങ്ങനെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഡാമേജാണ്. 99% ഡാമേജാണ്. 99% ഡാമേജ്. നീഡ് റീപ്ലേസ്. ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പൾസ് ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ, നീഡ് ഐ സി ഓൾസോ ചേഞ്ചിങ്. Okay, this one 24 and 60. Okay, 24 and 60. Here 6 and 60. 24 and 60 okay, you can fix. അപ്പോൾ 24N ചെയ്യുന്നത് വെച്ചാൽ 24 ആംപിയർ ഉണ്ട്, നല്ലതാണ്, ഇച്ചിലൂടെ നല്ലതാണ്. ഇത് 6 എന്നേ ഉള്ളൂ. ഓക്കെ, ഐ ആം ഫിക്സിങ് 24 and 60. 24 ആംപിയർ 600 വോൾട്ട്. ഇറ്റ്സ് എൻ ഗുഡ്. അപ്പോൾ അതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് discharge the capacitor. Okay, discharging capacitor. One small bulb. Okay, small bulb, capacitor. No power. Already discharged. Capacitor okay or no okay? Okay, this one capacitor checking method. Okay, this one capacitor checking method. Okay, capacitor okay. എന്തായാലും ഐ സി മാറ്റിയില്ല. ഐ സി മാറ്റാതെ തന്നെ ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഓണാവത്തില്ല, 99% ഓണാവത്തില്ല. ഇവിടുത്തെ ലൈറ്റ് കണ്ടാൽ അറിയാൻ പറ്റും. 99% ഓണാവില്ല. ലൈറ്റ് നോക്കിക്കോ, ഓണായില്ല. ഉണ്ടോ? സി, നോ ലൈറ്റ്, നോ ഓൺ. Must be need the IC also replacement. Okay, IC need replacement. Okay, discharge capacitor. ഒന്നൂറ് വോൾട്ട് ഇല്ലേ? I will check the voltage DC. There is. Fast discharging.
You need IC also changing. Okay, IC 2306. See. This one maximum zoom. Okay, this one IC 2306B. Okay, I am marking IC position. Okay, this one IC, this one 1. Yes. Okay, this one high tempered tape. I put two sides. There is small component. After make fill. Must be discharge the capacitor. Huh? Don't make any mistake. अब निंगल capacitor discharge या मार्कर दे. ओके, ये जब भी IC को कुछ भी काम करेगा, कैपेसिटर को तो भूलना नहीं डिस्चार्ज करने का. नहीं भूल गया तो तुम्हारा और सामान खराब हो जाएगा. अब don't forget the discharge the capacitor. Huh? You forget the discharge the capacitor after problem. Okay, my channel name Biju George TV Tips. See this one channel name. Okay, my channel name is Biju George TV Tips. Only for repairing technician help. ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ഹെൽപ്പാണ്. ഈ ഒരൊറ്റ വീഡിയോ 10 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMPS റിപ്പയറിങ് ഫുൾ പഠിക്കാൻ പറ്റും. ഓക്കെ, യു വാച്ച് ഫുൾ വീഡിയോ 2-3 times, 5 times, 10 times. Easily you can repair your power supply. You have at least basic knowledge, easy. You can repair this one full idea. Okay, IC 230D6. This one IC number 230D6. Okay, everything done. Now I am connecting power, checking. See, light is on. Okay, perfect. See here, green light. Huh? Okay, this LED light is on. Perfect. Okay. Okay, SMPS is 100% okay. 100% SMPS okay आइटुंड. भाई लोग ये SMPS 100% ओके हो गया है. क्यों? ये देखो, अगर कोई मुश्किल है तो ये ब्लिंकिंग करेगा. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യും. അത് ബ്ലിങ്ക് ഒന്നും ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 13.3. Okay, now perfect. 11.77. Okay, this one variable resistance for voltage adjustment. Okay, thank you for watching. Please subscribe this channel. Thank you.